നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഏകമേവ അദ്വിതീയം. ഉപനിഷത്ത് ആ പരമകാരണത്തെ നമുക്ക് കേൾപ്പിച്ചു തരും. ഏകമേവ, ഒന്ന് മാത്രം, അദ്വിതീയം, രണ്ടില്ലാത്തത്. അങ്ങനെയുള്ളതായ ആ ഏകകാരണം അത് അലയോ ഭഗവാനെ അങ്ങാണ്. ആ ഏകകാരണത്തെയാണ് ഇതിഹാസ പുരാണങ്ങൾ സാക്ഷാൽ മഹാദേവനായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ ഏകകാരണത്തെയാണ് നാരായണനായിട്ട് നമ്മുടെ മുന്നിൽ ഇതിഹാസ പുരാണങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ ഏകകാരണത്തെയാണ് രാമനായും കൃഷ്ണനായും അയ്യപ്പനായും ഭഗവതിയായും ഭദ്രകാളിയായും ഒക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മുടെ മുന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് അത്യന്തം ലളിതമായിട്ട് മധുരമായ രൂപകൽപ്പനയോടും മധുരമായ ഭാവകൽപ്പനകളോടും ഹൃദയഹാരിയായ കഥകളോടും കൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ നാമത്തെയോ ആ രൂപത്തെയോ ആ ഭാവത്തെയോ ആ കഥയെയോ നാം ഭംഗിയായിട്ട് അപഗ്രഥിച്ച് അതിൻ്റെ തത്വമെന്ത് എന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നാം എത്തിച്ചേരുക ആ പരമമായ കാരണത്തിലായിരിക്കും. എല്ലാ രൂപങ്ങളും ആ രൂപരഹിതമായ കാരണത്തിൽ നിന്നുണ്ടായവയാണ്. എല്ലാ ഭാവങ്ങളും ഭാവരഹിതമായ ആ കാരണത്തിൽ നിന്നുണ്ടായതാണ്. എല്ലാ ശബ്ദങ്ങളും അശബ്ദമായ ആ കാരണത്തിൽ നിന്നുണ്ടായതാണ്. എല്ലാ സ്പർശങ്ങളും സ്പർശരഹിതമായ ആ കാരണത്തിൽ നിന്നുണ്ടായതാണ്. എല്ലാ രുചികളും രുചിയില്ലാത്തതായ ആ കാരണത്തിൽ നിന്നുണ്ടായതാണ്. എല്ലാ ഗന്ധങ്ങളും ഗന്ധരഹിതമായ ആ കാരണത്തിൽ നിന്നുണ്ടായതാണ്. ഇങ്ങനെ സർവവും ആ ഒരൊറ്റ കാരണത്തിൽ നിന്നുണ്ടായതാണ് എന്ന് ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെ അപഗ്രഥിച്ചു പോയാൽ നമുക്ക് മനസ്സിലാകും. അതാണ് തപസ്. ആ അന്വേഷണമാണ് തപസ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ യാഥാർത്ഥ്യത്തെ, നമ്മുടെ അടിസ്ഥാന തത്വത്തെ നാം അന്വേഷിക്കുകയാണത്. അങ്ങനെ അർജുനൻ അന്വേഷിച്ചു. വ്യാസഭഗവാന്റെ ഉപദേശമനുസരിച്ച് യുധിഷ്ഠിരൻ നിർദ്ദേശിച്ചപ്പോൾ അർജുനൻ ആ പ്രകാരത്തിൽ തൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അന്വേഷിച്ചു. അതാണ് തപസ്. അങ്ങനെയുള്ള തപസ് ചെയ്യാൻ ഏത് സ്ഥലം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. നാം ഏത് സ്ഥലം തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും ആ സ്ഥലമായിരിക്കും കൈലാസം. അതിന് അങ്ങ് വടക്കേ ഹിമാലയത്തിലുള്ള കൈലാസം വരെ പോകണം എന്നില്ല. നമ്മുടെ വീട്ടിനുള്ളിൽ ഇതേ തപസ് ചെയ്യാം. പക്ഷേ ഏകാഗ്രതയോടുകൂടി, സമ്പൂർണമായ ഏകാഗ്രതയോടുകൂടി, സമ്പൂർണമായ സമർപ്പണത്തോടുകൂടി ആ തപസ് ചെയ്യണം എന്ന് മാത്രം. അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും പല ആളുകളും ഏകാന്തമായ കാനനദേശങ്ങളിലേക്ക് പോകുന്നത്. ഗ്രാമത്തിലും നഗരത്തിലുമൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അനേകം ആളുകൾ വന്ന് അനേകം കാര്യങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടുപോകും. പോകില്ല എന്ന് പറഞ്ഞാലും വരണമെന്ന് പറയാൻ കുറേ ആളുകളും പോകില്ല എന്ന് പറയാൻ ഈ തപസ്വിയും. അങ്ങനെ ഒരു മാനസികമായ ബഹളം അവശേഷിക്കും. ഏകാഗ്രത എന്നുള്ളത് കിട്ടില്ല. അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കാനനങ്ങളിലേക്കൊക്കെ പോവുക. ഇല്ലെങ്കിൽ അതേപോലുള്ള ഏകാഗ്രമായ സ്ഥലങ്ങളിലേക്ക്. ക്ഷേത്രം അങ്ങനെയുള്ള ഒരു ഏകാഗ്രതയെ തരുന്ന സ്ഥലമാണ്. ആശ്രമങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടേക്കൊക്കെ പോവുക അതിനു വേണ്ടിയിട്ടാണ്. അർജുനൻ ഇതാ കൈലാസത്തിലെത്തി ആ കഠിന തപസ് ചെയ്തു. ഈ ലോകത്തിൽ ആർക്ക് വേണമോ എവിടെ ഇരുന്ന് വേണമോ തപസ് ചെയ്യാൻ. തപസ് ചെയ്താൽ ആ തപസ് ചെയ്യുന്ന ഇടം ശ്രദ്ധയോടുകൂടിയ തപസ്സാണെങ്കിൽ അത് കൈലാസമാകും. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ
ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, കോളേജ് വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഡിഗ്രി എല്ലാം കയ്യിൽ കിട്ടിയ അവസരത്തിൽ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണം എന്ന് സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിൽ ആഗ്രഹിച്ചു. 20കളുടെ ആ തുടക്കത്തിൽ അങ്ങനെ അദ്ദേഹം ഹിമാലയത്തിൽ പോകാൻ രഹസ്യമായി തീരുമാനിച്ചു. അങ്ങ് ഡൽഹിയിലേക്ക് പോകുന്നതായ ട്രെയിനിൽ ടിക്കറ്റും എടുത്തു. അവിടെ നിന്നിട്ട് പിന്നെ ഋഷികേശത്തേക്ക് പോകണം. അതിനായിരുന്നു തീരുമാനം. ടിക്കറ്റെല്ലാം എടുത്ത് തയ്യാറാക്കി വെച്ച് പോകാൻ വേണ്ടിയിട്ട് രഹസ്യമായി, ആരും അറിയാതെ, അമ്മ പരിഭ്രമിക്കാതിരിക്കാൻ ഒരു കത്ത് രഹസ്യമായി എഴുതി മേശവലിപ്പിനകത്തും വെച്ചു. കാണാതെ വരുമ്പോൾ അന്വേഷിക്കുമ്പോഴേക്കും ആ മുറിയെല്ലാം പരിശോധിക്കും. അപ്പോഴേക്കും മേശവലിപ്പിനകത്ത് നിന്ന് കത്ത് കിട്ടും, ഞാൻ തപസ്സിന് പോവാണ്, ഭയക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പോകാൻ ഉറച്ച ആ സമയത്ത് പെട്ടെന്ന് ചേങ്കോട്ടുകോണ ആശ്രമത്തിൽ നിന്നിട്ട് ഒരാൾ അവിടെ വരുന്നു. ഗുരുപാദര്, നീലകണ്ഠ ഗുരുപാദര് പറഞ്ഞയച്ചതാണ് അദ്ദേഹത്തെ. കരിമ്പുള്ള സോമൻ നായർ എന്ന് പറഞ്ഞിട്ട് ഒരാള്. അദ്ദേഹം ആ ആശ്രമത്തിനടുത്തുള്ളയാളാണ്. ഗുരുപാദരെ ശുശ്രൂഷിക്കാനായിട്ട് എല്ലാ ദിവസവും അവിടെ ആശ്രമത്തിൽ കാണും. അദ്ദേഹത്തെയാണ് പറഞ്ഞയച്ചത്. പോയി വിളിച്ചുകൊണ്ട് വരിക. വീടും പറഞ്ഞു കൊടുത്തു, ആളിന്റെ രൂപവും പേരും ഒക്കെ പറഞ്ഞു കൊടുത്തു. പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വാമി അന്ന് അമ്മയോട് അനുവാദം ചോദിച്ചു, ഞാൻ ആശ്രമം വരെ പോയിട്ട് വരട്ടെ എന്ന്. അമ്മ അനുവദിച്ചു. അദ്ദേഹത്തോടൊപ്പം സോമൻ നായരോടൊപ്പം ആശ്രമത്തിലേക്ക് വന്നു. ഗുരുപാദരെ കണ്ടു, അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, എവിടെ കിടന്ന് ഓടുന്നടോ, ഇവിടെ ഇല്ലാത്തതൊന്നും അവിടെ ഇല്ല, ഇവിടെ ഉള്ളതേ അവിടെ ഉള്ളൂ, അവിടവും ഇവിടവും രണ്ടില്ലടോ. ഇതായിരുന്നു ഗുരുനാഥൻ അദ്ദേഹത്തോട് പറഞ്ഞ ആദ്യത്തെ വാക്യങ്ങൾ. ഹിമാലയത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്ത് എല്ലാം തയ്യാറാക്കി വെച്ചപ്പോഴാണ് വിളിച്ചു വരുത്തിയത്. തപസ് ചെയ്യാൻ അങ്ങ് ഹിമാലയത്തിലേക്ക് പോകണ്ട, ഹിമാലയവും ഇവിടവും രണ്ടല്ല, അവിടവും ഇവിടവും രണ്ടല്ല, ഇവിടെയുള്ളതെല്ലാം അവിടെയുണ്ട്, ഇവിടെയുള്ളതേ അവിടെയുള്ളൂ, അവിടെയുള്ളതെല്ലാം ഇവിടെയുമുണ്ട്, ഇവിടെയും അവിടവും രണ്ടല്ല. നാം ഏകാഗ്രതയോടുകൂടിയിട്ട് തപസ് ചെയ്തു കഴിഞ്ഞാൽ നാം ഇരിക്കുന്ന പ്രദേശം അത് ഏതു തന്നെയായാലും അത് നമുക്ക് ഹിമാലയം തന്നെയായിത്തീരും. അതോടുകൂടി ഹിമാലയ യാത്ര എന്നുള്ളതായ ആ സങ്കല്പത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു. ആശ്രമമാകുന്ന ഹിമാലയത്തില്, ബ്രഹ്മ ഹിമാചലത്തില് അദ്ദേഹം തന്റെ കഠിന തപസ് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് തുടരുകയും ചെയ്തു. അതാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. ആ പരമാത്മാവിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം കാരണങ്ങളുടെ കാരണമാണ് എന്ന് മനസ്സിലാകും. ഈ ലോകത്തിലെ ഓരോ വസ്തുവും ഉണ്ടാകാൻ കാരണമായിരിക്കുന്ന കാരണങ്ങളേതോ അതിന്റെയും കാരണമാണ് അദ്ദേഹം എന്ന് മനസ്സിലാകും. അതിനാൽ ഈ ലോകം മുഴുവൻ ഒരൊറ്റ ബിന്ദുവിൽ നിൽക്കുന്നു, പരമാത്മാവാകുന്ന ബിന്ദുവിൽ നിൽക്കുന്നു, സർവ്വകാരണങ്ങളുടെയും കാരണം. അതിനാൽ അദ്ദേഹം തന്നെയാണ് അധ്യാത്മ ഹിമാലയം. അതന്വേഷിച്ച് ദൂരെ എങ്ങും പോകണ്ട, അവരവരുടെ ഉള്ളിൽ തന്നെ അന്വേഷിച്ചാൽ മതി. അതാണ് അങ്ങ് കാരണങ്ങളുടെ കാരണമാണ്. ജാനേ ത്വം ത്രംബകം വിഭും, അങ്ങ് ത്രംബകനാണ്, 3 കണ്ണുകളുള്ളവൻ. നമുക്ക് 2 കണ്ണുകളേ ഉള്ളൂ. അദ്ദേഹത്തിന് നെറ്റിയിൽ കൂടി ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് 3 കണ്ണുകളുള്ളവൻ എന്ന അർത്ഥത്തിൽ ത്രംബകൻ എന്ന് പേര്. നമ്മുടെ ഈ 2 കണ്ണുകൾ കൊണ്ട് ബാഹ്യലോകത്തെ മാത്രമേ കാണാൻ പറ്റൂ, ആന്തരിക ലോകത്തെ കാണാൻ പറ്റില്ല. ഈ ബാഹ്യലോകത്തിന്റെ ആന്തരമായിരിക്കുന്ന സത്യത്തെയും കാണാൻ പറ്റില്ല. നമ്മുടെ ആന്തരസത്യം തന്നെയാണ് ബാഹ്യജഗത്തിന്റെയും ആന്തരസത്യം. ബാഹ്യജഗത്തിന്റെ ആന്തരസത്യത്തിൽ നിന്നിട്ട് വേറെയല്ല നമ്മുടെ ആന്തരസത്യം. അത് കാണണമെങ്കിൽ 3ാമതൊരു കണ്ണ് വേണം. ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന, നമ്മുടെ ഉള്ളിലേക്കും ഈ ജഗത്തിന്റെ ഉള്ളിലേക്കും കടന്നു ചെല്ലുന്ന കണ്ണ് വേണം. ആ കണ്ണ് തുറക്കണം. അതാണ് ഈ നെറ്റിയിലുള്ളതായ കണ്ണ്. ആ കണ്ണുള്ളവൻ ത്രംബകൻ. മഹാദേവൻ ത്രംബകനാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ തന്നെ, ആത്മാവിനെ തന്നെ, പരമാത്മാവിനെ തന്നെ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഈ ജഗത്തിൻ്റെ മുഴുവൻ സാരസർവസ്വമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ കണ്ണാണ് അർജുനനിപ്പോൾ തൽക്കാലം കൊടുത്തിരിക്കുന്നത്. ആ പരമാത്മാവിനെ അറിയാൻ, ഉള്ളിലേക്ക് കടന്നു ചെന്നറിയാൻ, ഉള്ളിലേക്ക് കടന്നു ചെന്ന് സത്യത്തെ അറിയാൻ പ്രയോജനപ്പെടുന്നതായ കണ്ണാണത്. ആ കണ്ണ് ആരിൽ തുറന്നിരിക്കുന്നുവോ അവർക്കെല്ലാം പരമയാഥാർത്ഥ്യം പ്രത്യക്ഷമാണ്. അവരെല്ലാം ത്രയംബകന്മാരാണ്. അതാണ്, അല്ലയോ ഭഗവാനെ, അങ്ങ് ത്രയംബകനാണ്, അങ്ങ് വിഭുവാണ്. വിഭു, എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം വിഭുവാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്നവരാണ്. പക്ഷെ അജ്ഞാനം മൂലം നാം അത് മറന്നുപോയിരിക്കുന്നു. ഞാനിരിക്കുന്ന ഈ ശരീരത്തിനുള്ളിൽ മാത്രമാണ് എന്നുള്ള ധാരണയാണ് ലോകനിവാസികളായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. പക്ഷേ എപ്പോഴാണോ ഈ മൂന്നാം കണ്ണ് തുറക്കുന്നത്, അപ്പോൾ ഈ ജഗത്തിൻ്റെ രഹസ്യം മനസ്സിലാകും, നമ്മുടെ രഹസ്യവും മനസ്സിലാകും. അത് മനസ്സിലായി കഴിഞ്ഞാലോ ഞാൻ ആത്മാവ് തന്നെ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം കിട്ടും. എനിക്ക് പരിധിയില്ല, ഞാൻ അനാദി അനന്തമാണ്, വിഭുവാണ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്നവനാണ്, അനാദി അനന്തമാണ് ഞാൻ. എൻ്റെ ഉള്ളിലാണ് ഈ ജഗത്ത് മുഴുവൻ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ ഒരു കടുകുമണിക്ക് തുല്യം, അത്രയേ ഉള്ളൂ. അതറിയാൻ കഴിയും. അതാണ് എപ്പോഴാണോ ഈ ജ്ഞാനത്തിൻ്റെ കണ്ണ് തുറക്കുന്നത്, നെറ്റിയിലെ കണ്ണ് ജ്ഞാനത്തിൻ്റെ കണ്ണാണ്. ആ കണ്ണ് എപ്പോഴാണോ തുറക്കുന്നത്, അപ്പോൾ സ്വയം വിഭുവാണ് എന്ന് മനസ്സിലാകും. ത്രയംബകൻ വിഭുവാണ് എന്ന് അർജുനൻ ഇതാ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണാനാം ച പരമം ജാനേ ത്വാം ത്രയംബകം വിഭും ദേവാനാം ച ഗതിം ദേവ. എല്ലാ ദേവന്മാരുടെ ആശ്രയസ്ഥാനം അല്ലയോ മഹാദേവ, അങ്ങാണ്. അങ്ങയെ ആശ്രയിച്ച് അവരുണ്ടാകുന്നു, അങ്ങയെ ആശ്രയിച്ച് അവർ നിലനിൽക്കുന്നു, പ്രവർത്തിക്കുന്നു, അങ്ങയിൽ തന്നെ അവർ വന്ന് ലയിക്കുന്നു. അങ്ങനെ ദേവന്മാരുടെ മുഴുവൻ ആശ്രയസ്ഥാനം, അവരുടെ കരുത്ത്, അവരുടെ ജ്ഞാനം, അവരുടെ പ്രവർത്തനശേഷി, അവരുടെ ആനന്ദം എല്ലാം അങ്ങ് തന്നെയാണ്. ത്വത്പ്രസൂതമിതം ജഗത്, ഈ ലോകം മുഴുവൻ അങ്ങയിലുണ്ടായതാണ്. ഈ ജഗത്ത് അങ്ങയുടെ തന്നെ സന്താനമാണ്. അങ്ങയിൽ നിന്നുണ്ടാകാത്തതായിട്ട് യാതൊന്നും തന്നെ ഈ ലോകത്തിലില്ല. അതാണ് ഈ ലോകം മുഴുവൻ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ്വപദാർത്ഥങ്ങളും അങ്ങയുടെ സന്തതിയാണ്, അങ്ങയിൽ നിന്നുണ്ടായവയാണ്. ഈ സത്യം അർജുനന് തെളിഞ്ഞു കിട്ടുന്നു. തപസ്സുകൊണ്ട് മാത്രമേ ഈ സത്യം തെളിഞ്ഞു കിട്ടൂ. തപസ് ഉള്ളിലേക്ക് കടന്നു നോക്കൽ, അതാണ് തപസ്. അങ്ങനെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഉള്ളിൻ്റെ ഉള്ളിലെത്തുമ്പോഴേക്കും ഈ യാഥാർത്ഥ്യം തെളിഞ്ഞു കിട്ടും. അത് തെളിഞ്ഞു കിട്ടുമ്പോഴാണ് ഈ ജഗത്ത് മുഴുവൻ തൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ അനുഭവപ്പെടും. സർവശക്തിയും സർവജ്ഞാനവും സർവ ആനന്ദവും വന്നു ചേരുന്നതിൻ്റെതായ അനുഭവം ഉണ്ടാകുന്നത് അപ്പോഴാണ്. അർജുനന് ലഭിച്ചത് ആ അവസ്ഥയാണ്. ലോകത്തിൽ ആർക്കും ആ അവസ്ഥ ലഭിക്കും. അതിനുള്ള മാർഗമാണ് തപസ്. അത് ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതയാണ് എന്നറിയണം. നമുക്ക് തപസ്സിൻ്റെ ഈ മഹാത്മ്യം വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. നാളെയും മറ്റന്നാളും വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടും ആശ്രമവുമായി ബന്ധപ്പെട്ടും അനേകം ജോലികളുള്ളതുകൊണ്ട് ഇതേ സമയത്ത് തന്നെ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ശനിയും ഞായറും ക്ലാസ്സില്ല. തിങ്കളാഴ്ച വീണ്ടും രാത്രി 8:30 നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാം. എല്ലാവരും വന്നു ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഈ ഗീതാഭാരതം തന്ന് അനുഗ്രഹിക്കുന്ന വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.